ലാലേട്ടന്റെ കഥാപാത്രം വെച്ച് കഴിഞ്ഞാൽ ഇതുപോലത്തെ ഒരു കോമാളി, ദ വേഴ്സ്റ്റ് ക്യാമിയോ എവർ ഇൻ ദ ഹിസ്റ്ററി ഓഫ് ഹിസ് കരിയർ. അദ്ദേഹത്തിന്റെ ഫിലിമോഗ്രാഫിയിൽ ഇത്രയും അപരാധം പിടിച്ചൊരു ക്യാരക്ടറും അത് അത്രയും കോമാളിത്തരം കാണിക്കുക, കോമാളിത്തരം. മാത്യു തോമസിന്റെ ഇതിലുള്ള പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫഹീം സഫറും നൂറ് ഷെരീഫും എഴുതിയ, ധനഞ്ജയ് ഡയറക്റ്റ് ചെയ്തിട്ടുള്ള, ഗോകുലം ഗോപാലനും കൃഷ്ണമൂർത്തിയും പ്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള ജനപ്രിയ നായകൻ ദിലീപ്, ദ ഡി ഫാക്ടർ ദിലീപ്, ദ വൺ ആൻഡ് ഓൺലി കംപ്ലീറ്റ് ആക്ടർ OG മോഹൻലാൽ, ധ്യാൻ, വിനീത് തുടങ്ങിയവർ പ്രധാന വേഷങ്ങളെത്തുന്ന അഴിഞ്ഞാട്ടമായിരുന്നു. അഴിഞ്ഞാട്ടം തിയേറ്ററിനെ പൂരപ്പറമ്പാക്കി മാറ്റാൻ പറ്റിയിട്ടുള്ള, അങ്ങനെ മാറ്റാനുള്ള സിനിമാറ്റിക് ആ സാധനമുള്ള ഒരു പടമാണ് ബബ്ബ. എല്ലാവർക്കും കണ്ടിട്ടാവുന്ന ഒരു നിർബന്ധമില്ല. അത് അതേ വൈബിലാ അവർ പറഞ്ഞ അതേ സാധനം. നോ ലോജിക്, ഓൺലി മാഡസ്. നല്ല പ്രാന്തായിരുന്നു സിനിമ. പ്രാന്തെന്ന് വെച്ചാൽ ഇങ്ങനെ മത്ത് പിടിച്ച പോലെയായിരുന്നു. ഞങ്ങൾ തിയേറ്ററിൽ എന്തൊക്കെ കാണിച്ചൊന്നും ഒരു പിടുത്തമില്ല. മോനെ സീനായിരുന്നു. സീൻ എക്സ്പീരിയൻസ്, നല്ല കിട്ടിയില്ല എക്സ്പീരിയൻസാണ് കിട്ടിയത്. പക്ഷേ നിറച്ച് നെഗറ്റീവ് വരുന്നുണ്ട് പടത്തിന്. നെഗറ്റീവിൻ്റെ കാര്യം ഇത്രേ ഉള്ളൂ. എല്ലാവരും അതാ ആ പടം ഈ പടം അങ്ങനെയാണെന്ന് മനസ്സിലാക്കിയിട്ട് അതിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ ഇറങ്ങിച്ചേരണം. അപ്പോൾ അത് കണക്റ്റാക്കാൻ പറ്റുന്നവർക്ക് മാത്രമേ പടം നല്ലോണം എൻജോയ് ചെയ്യാൻ പറ്റുള്ളൂ. അല്ലാത്തവർക്ക് ചുമ്മാ ആർക്കും ഇഷ്ടപ്പെടത്തില്ല. അതുകൊണ്ടായിരിക്കും മിക്കവർ നെഗറ്റീവ് പറഞ്ഞതുകൊണ്ടാണ്. ആ പടം ഇങ്ങനത്തെ പടമാണ്. അപ്പം ആ ഒരു മൂഡിലേക്ക് മാറിയിട്ട് വേണം പടം കാണാൻ. ഞങ്ങൾ പടം കാണാൻ കയറി തന്നെ പറഞ്ഞു ദിലീപിൻ്റെ പടമാണ്, മോഹൻലാലുണ്ട്, ഞങ്ങൾ എന്ത് പൊട്ട പടമാണെങ്കിൽ ഞങ്ങൾ ആഘോഷിച്ചിരിക്കുന്നു ഉറപ്പിച്ച് കയറുക. അങ്ങനെ തന്നെ അടിച്ച് പൊളിക്കുകയും ചെയ്തു. തിയേറ്ററിനെ പൂരപ്പറമ്പാക്കി. തിയേറ്ററിനെ ചുമ്മാ തീ കിട്ടു, ലിറ്റായിരുന്നു, ചുമ്മാ വിഷയമായിരുന്നു തിയേറ്റർ എക്സ്പീരിയൻസ് കിട്ടിയത്. ഇപ്പോൾ പടം തുടങ്ങുന്നത് ഭയങ്കര ഒരു തുടക്കം അത്ര രസമായിട്ട് തോന്നിയില്ല. തുടക്കം എന്താ ഒരു ഇങ്ങനെ ഫാസ്റ്റ് ബേസിൽ കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഇങ്ങനെ പോവുക. പക്ഷേ ഒരു സ്പോട്ട് കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കാണ് 10-15 മിനിറ്റ് കഴിയുമ്പോഴത്തേക്കും നമ്മുടെ നായകനെത്തി കഴിഞ്ഞാൽ പിന്നെ പടം ഒരു പോക്ക. ഇതെന്താ പക്കാ ഫാൻ ബോയ് പടമാണ്. ദിലീപിനെ വെച്ച് ഇറക്കി, ദിലീപിനും മോഹൻലാലിനും വേണ്ടി ഇറക്കിയ ഒരു പക്കാ ഫാൻ ബോയ് പടമാണിത്. JB പോലെ നമുക്ക് എക്സ്പീരിയൻസ് കിട്ടിയാൽ നമുക്കറിയാം എങ്ങനത്തെ സാധനം കിട്ടിയെന്ന്. അപ്പം അതുപോലത്തെ നമ്മുടെ മലയാളത്തിൽ നിന്ന് വന്ന ദിലീപിൻ്റെയും മോഹൻലാലിനും വേണ്ടി ഇറക്കിയിട്ടുള്ള ഒരു പക്കാ ഫാൻ ബോയ് പടം തന്നെയാണ് ബബ്ബ. ഇതിനകത്ത് കുറേ റെഫറൻസ് ഒക്കെ വെച്ചിട്ടുണ്ട്. അതൊക്കെ പടത്തിന് കൊടുക്കുന്ന ഒരു ഇത് അടിപൊളിയായിട്ട് കൊടുത്തേക്കണേ. നമുക്ക് സിനിമ കാണുമ്പോൾ എന്തിനായാലും ചോദിക്കും എല്ലാവരും, ഈ സിനിമ എന്തിനാ കാണാൻ പോകുന്നേ? നമുക്ക് ഒരു സിനിമ കാണുമ്പോൾ എന്തായാലും അതിൽ നിന്ന് ഒരു ഗുണം കിട്ടിക്കാണും. നമുക്ക് എന്തൊരു സാധനം കിട്ടും, അങ്ങനെ വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. ഈ സിനിമ കൊണ്ട് എന്ത് കിട്ടും ചോദിച്ചു കഴിഞ്ഞാൽ, പഴയ കുറേ പടം നമ്മുടെ പണ്ടത്തെ കാലത്തിലേക്ക് നമ്മൾ പയ്യെ അങ്ങ് ഓർത്തു. ഗില്ലി റെഫറൻസ് ഉണ്ട്. അതൊക്കെ ചുമ്മാ ഗില്ലിയിലെ പാട്ട് വരും. അതൊക്കെ ചുമ്മാ തിയേറ്ററൊക്കെ ചുമ്മാ ഇളകുമായിരുന്നു. പിന്നെ നമ്മുടെ മണിച്ചേണ്ട ഒരു കാര്യം വരുന്നുണ്ട്. പിന്നെ പഴയ പടത്തിൻ്റെ കുറേ ഇതൊക്കെയുണ്ട്. അതൊക്കെ നമുക്ക് അത് കണക്ട് ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ അതൊക്കെ നല്ല പൊളി സാധനമാണത്. ഏതെങ്ങനെ പറയണത്, നമ്മൾ അത്രയും ഇത് JB ചുമ്മാ ഗുഡ് ബഡഗ്ലി എങ്ങനെയാ ഒരു ഫുൾ മാസ് എൻ്റർടൈൻ ആയിരുന്നു. നമുക്കറിയാം ഫുൾ ഹൈപ്പ് കൊടുത്തിങ്ങനെ ആ അജിത്തിനെ ഇങ്ങനെ പൊക്കി അങ്ങനെ കൊണ്ടുപോകണ പടമായിരുന്നു. ഇതെന്താ ഈ കോമഡി ഇങ്ങനെ ഉണ്ട്, JB കോമഡി ഉണ്ട്. പക്ഷെ ഇത് പക്ക സ്പൂഫ് പടം തന്നെയാണ്. അങ്ങനെ അത് തന്നെ സാധനം അതുപോലത്തെ പക്ക ഇങ്ങനെ. പറയേണ്ട കാര്യം, സിനിമാറ്റോഗ്രഫി പക്കായിരുന്നു. സീൻസ് ഒരു ഇന്റർവെൽ ബ്ലോക്കിന് മുമ്പ് ഒരു സാധനമുണ്ട്. മോനെ വിഷയം സാധനമാണ്. ഒരു 10-15 മിനിറ്റ് നീളുന്ന ഒരു സാധനം.
ആ സാധനം എന്താ പറയണേ, അതിനകത്ത് ഞങ്ങൾ എണീച്ച് ഇന്നിങ്ങനെ ആ ഒരു ഫീലായിരുന്നു. ഞങ്ങളവിടെ കിടന്ന് തുള്ളി ചാടി മറിഞ്ഞ് വിസിലൂതി എന്തൊക്കെ ചെയ്യുന്നു ഒരു പെടുത്തില്ല. അത്രയ്ക്ക് മാസ് സാധനമാണ് വന്നേക്കണേ. അതിനിടയ്ക്ക് ആ സീനിന് വേണ്ടിയിട്ട് അതിന് മുമ്പ് ഒരു ബാക്ക്ഗ്രൗണ്ട് ഒക്കെ സെറ്റ് ചെയ്ത് കൊടുത്തിട്ട് അതിനകത്തേക്ക് പോകുന്നത്. ഒരു ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കും അതൊക്കെ ഇങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചു. ദിലീപിന് വേണ്ടി എല്ലാം സെറ്റാക്കി കൊടുത്തു. എന്നിട്ട് ദിലീപിൻ്റെ അഴിഞ്ഞാട്ടം ആ സീൻ ഫുള്ള് ഇൻ്റർവൽ ബ്ലോക്ക് വരെ അത് പക്കാ സാധനമായിരുന്നു. പിന്നെ അതായിരുന്നു ആ പടത്തിൻ്റെ ഏറ്റവും മെയിൻ സാധനം. പിന്നെ ഇൻ്റർവൽ കഴിഞ്ഞ് വരുമ്പോൾ ലാലേട്ടനെത്തും. അതെല്ലാവരും നമുക്കറിയാം. ലാലേട്ടൻ അപ്പോഴാണ് വരുന്നത്. കുറച്ച് ക്യാമിയോ ആയിട്ട് മാത്രമേ ഉള്ളൂ. ലാലേട്ടൻ വന്നു കഴിയുമ്പോൾ ലാലേട്ടൻ തൂക്കും പടം. ലാലേട്ടൻ്റെ ഇൻട്രോ ഒക്കെ ചുമ്മാ സീനാണ്. നമ്മൾ പണ്ടത്തെ രാവണപ്രഭു അങ്ങനത്തെ പോലെ ഒരു രാജാവ് ഇറങ്ങി വരുന്ന അതേ ഒരു എന്താ പറയുക, അതുപോലെയൊക്കെ അങ്ങനെ അടിപൊളിയായിരുന്നു. ഇത് ഇപ്പം മിക്കവരും നെഗറ്റീവ് പറഞ്ഞ പടത്തെക്കുറിച്ച് അത് സങ്കടമുണ്ട്. കാരണം ഞങ്ങൾ അത്രയും സന്തോഷിച്ച് ആഘോഷിച്ച് കണ്ടൊരു പടമാണ്. എല്ലാവരും നെഗറ്റീവ് പറയുന്നുണ്ട്. നെഗറ്റീവ് ആകാൻ കാരണം ഈ മൂഡ് കിട്ടണം. അതാ നമുക്ക് ഒറ്റയ്ക്ക് ഇരുന്ന് കണ്ടാൽ കിട്ടത്തില്ല. നമ്മൾ വീട്ടിൽ ഇരുന്ന് കണ്ടാലും കിട്ടില്ല. ഇത് നമ്മൾ ഫാൻസിൻ്റെ കൂടെ ബഹളത്തിനിടയ്ക്ക് ഇരുന്ന് അങ്ങനെ കണ്ടാൽ മാത്രമാണ് ഇത് നമുക്ക് അത്രയും എൻജോയ് ചെയ്യാൻ പറ്റുള്ളൂ. അത് കിട്ടാത്തവരായിരിക്കും മിക്കവർക്കും അത് കിട്ടിയിട്ടുണ്ടാവില്ല. അതുകൊണ്ടായിരിക്കും അവരങ്ങനെ പറയുന്നത്. അങ്ങനെ പടം ചുമ്മാ വിഷയം പടമായിരുന്നു. എനിക്ക് കിട്ടിയ ഇത്രയും ബഹളമായിട്ട് ഇത്രയും കൈയടിച്ച് വിസിലടിച്ച് അലറി തൊണ്ട പൊട്ടി അലറ അങ്ങനത്തെ സാധനങ്ങളായിരുന്നു തൊണ്ട്. അത് നമ്മുടെ ഓഡിയൻസൊക്കെ സെറ്റ് ആൾക്കാരായിരുന്നു. ഫാൻസാണ് വന്നിരുന്ന് കണ്ടേ. കൂത്താറിലെ വി സിനിമത്തിൽ കണ്ടതാ. ഏതാ ലെവല് സീൻ പടമായിരുന്നു. പിന്നെ നമ്മുടെ അപ്പം അങ്ങനെ തന്നെ ഇതൊക്കെ തന്നെയാണ് ഉള്ളത്. പിന്നെ നമ്മുടെ ദേവ്ജി ഉണ്ട്. ദേവ്ജിയുടെ കുറച്ച് കാര്യങ്ങൾ, ധ്യാനൊക്കെ കുറച്ച് കാരണം ഇപ്പോഴത്തെ സിറ്റുവേഷനായിട്ട് കറക്റ്റ് നമുക്ക് മാച്ച് ചെയ്യാൻ പറ്റുന്ന കുറേ കാര്യങ്ങൾ. ദിലീപിനെ കംബാക്ക് എന്നൊക്കെ പറയുന്നുണ്ട്. നമുക്ക് കറക്റ്റ് ഇപ്പോഴത്തെ അവസ്ഥയായിട്ട് ഓരോരുത്തരുടെ ഇപ്പോഴത്തെ അവസ്ഥയായിട്ട് കണക്ട് ചെയ്യാൻ പറ്റും മിക്ക കാര്യങ്ങളും. ദേവ്ജി, പിന്നെ റിയാസ് ഖാൻ്റെ ആണ് റിയാസ് ഖാനാണ് സെറ്റ് ചെയ്ത് കൊടുക്കുന്ന സാധനം. മറ്റേ ഞാൻ പറഞ്ഞില്ല ഫൈറ്റാണ് എന്തായാലും ഇൻട്രോയിൽ സാധനമുണ്ട്. ആ സാധനത്തെ സെറ്റ് ചെയ്ത് കൊടുക്കുന്ന മൊത്തം റിയാസ് ഖാനൊക്കെ ചുമ്മാ തീയായിരുന്നു. അങ്ങനെ ഒരു പടം എന്താ പറയുക, ഇതിക്കൊള്ളൊന്നും പറയാനില്ല. സെറ്റായിരുന്നു. ബാക്ക്ഗ്രൗണ്ട് സ്കോറൊക്കെ ചുമ്മാ ലിറ്റായിരുന്നു. ഷാൻ റഹ്മാനും ഗോപി സുന്ദറും തകർത്തിട്ടുണ്ട്. പൊളിയായിരുന്നു. സീൻ സാധനമായിരുന്നു. എന്താ പറയുക, ഇതിക്കൊള്ളൊന്നും പറയാനില്ല. ഇനി കുറച്ച് കഴിയുമ്പോൾ കാണുന്തോറും ആൾക്കാർക്ക് അത് കിട്ടാൻ പോലുള്ള. തുടക്കത്തിൽ കണ്ടെങ്കിൽ മാത്രമേ ആ സിനിമയുടെ ആ ഒരു വൈബ് കിട്ടുള്ളൂ. അങ്ങനത്തെ പടമാണിത്. അങ്ങനെ മനസ്സിലാക്കി പോയി കണ്ടു കഴിഞ്ഞാൽ ഇറ്റ് വിൽ ബി എ മാർവലസ് എക്സ്പീരിയൻസ് ഫോർ ഷുവർ. അങ്ങനെ തന്നെ ആയിരിക്കും. അപ്പോൾ ഇതാണ് എൻ്റെ റിവ്യൂ. ഇതാണ് എൻ്റെ ബബ്ബനെ കുറിച്ചുള്ള റിവ്യൂ. പക്കാ പടം. ഇഫ് യു ആർ എ ട്രൂലി ദിലീപ് ഓർ മോഹൻലാൽ ഫാൻ, ദെൻ ഉറപ്പായിട്ട് നിങ്ങൾക്ക് എന്താ ടിക്കറ്റ് എടുത്ത് ചുമ്മാ പോയി കണ്ടോ. തകർത്ത് എല്ലാം മറന്ന് സന്തോഷിച്ച് ഹാപ്പിയായിട്ട് തിരിച്ചു വരാൻ പറ്റും. അത്ര എനർജി ആയിട്ട് നമുക്ക് തിരിച്ചു വരാൻ പറ്റും. അപ്പോൾ ഓക്കെ.